തന്ത്രിക്കെതിരെ തെളിവിന്റെ കണിക പോലും ഇല്ലാതെ നടന്നിട്ടുള്ള അറസ്റ്റാണ്, അന്യായമായിട്ടുള്ള അറസ്റ്റാണ് എന്ന് ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ നീതിപീഠങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ അന്യായമായിട്ട് ഈ രാജ്യത്തെ ഒരു ഒരു കോടിക്കണക്കിന് മനുഷ്യർ ആരാധിക്കുന്ന ഒരു മഹാക്ഷേത്രത്തിന്റെ തന്ത്രിവരനെ അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിനകത്ത് പാർപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? കേരളത്തിലെ മന്ത്രിസഭയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അകപ്പെട്ടിട്ടുള്ള വല്ലാത്തൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി, അവർക്ക് ന്യായീകരിക്കാൻ വേണ്ടി, ഞങ്ങൾ മാത്രമല്ല കള്ളന്മാർ, ദേ അവരുമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തന്ത്രിയെ കൂടി ഇതിലേക്ക് വലിച്ചഴച്ചു എന്നുള്ള ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്തിന്റെ പേരില? തന്ത്രിയെ ഇതിൽ പെടുത്താനുള്ള കാരണമായി തന്ത്രി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമലയിലെ ആചാര ലംഘന സമയത്ത് സർക്കാരിന്റെ നിലപാടിനെതിരായി ശബരിമല ആചാര സംരക്ഷണത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് തന്ത്രി സ്വീകരിച്ചതിന്റെ പേരിലാണ്. അപ്പോൾ അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിൽ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണം ശരിയാണെന്ന് ഇന്ന് എം പി രാജേഷിന്റെ പ്രസ്താവനയോട് തെളിഞ്ഞില്ലേ? തന്ത്രിക്ക് എന്താണ് പ്രത്യേകത എന്ന് ഇപ്പോഴും എം പി രാജേഷ് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഈ ആചാര ലംഘന സമയത്ത് CPM എടുത്ത നിലപാടിൽ നിന്ന് അവർ പിന്മാറിയിട്ടില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ബോധ്യപ്പെട്ടില്ലേ? ഈ ശബരിമലയിൽ ആചാര ലംഘനം നടക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി സന്ദീപ്, അതിൽ എന്റെ പ്രശ്നം ഇപ്പോൾ സന്ദീപ് പറയുന്നതിലും എം പി രാജേഷ് പറയുന്നതിലും ഒക്കെ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ ബഹുമാനിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലല്ല എനിക്കൊരു സംശയം അതിലുള്ളത്. നിയമത്തിന് മുന്നിൽ തന്ത്രിക്ക് എന്തെങ്കിലും പ്രത്യേക അവകാശമുണ്ടോ? അത് മാത്രമാണ് അതിലെ സംശയം. ഉണ്ടല്ലോ, നിയമത്തിനുള്ളിൽ തന്ത്രിക്ക് പ്രത്യേകാവകാശം ഉണ്ടല്ലോ. അതാണല്ലോ ഈ നിയമത്തിനുള്ളിൽ തന്ത്രിക്ക് പ്രത്യേകാവകാശം ഉള്ളതുകൊണ്ടാണ് ആചാരപരമായ കാര്യങ്ങൾ നേരിടുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അവിടെ തന്ത്രിയാണ് എന്നത് നിയമം പ്രത്യേകം തന്ത്രിയെ പരിഗണിക്കാനുള്ള ഒരു മെറിറ്റാക്കി മാറ്റി നിർത്തുമോ? ആ ജാമ്യം കൊടുത്തപ്പോൾ പോലും കോടതി കണ്ടെത്തിയിട്ടുള്ള എന്താ? തന്ത്രി ആചാരപരമായ കാര്യങ്ങൾ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ എന്ന് കണ്ടെത്തിയല്ലോ. ആ ഇടപെടാനുള്ള അവകാശം തന്ത്രിക്ക് ഉള്ളത് കൊണ്ടാണല്ലോ തന്ത്രിക്കെതിരെ നിയമത്തിന്റെ തെളിവിന്റെ കണിക പോലും ഇല്ല എന്നുള്ളത് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന്. രണ്ട്, തന്ത്രിക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുന്നു. ഞാൻ നേരത്തെയും പറഞ്ഞു, തന്ത്രി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അങ്ങനെ പറയാൻ പാടില്ല. സ്പീക്കർക്ക് എന്ത് പ്രത്യേകത എന്ന് ചോദിക്കാൻ പറ്റില്ല. ഷംസീറിന് എന്ത് പ്രത്യേകത എന്ന് ചോദിച്ചോളൂ, സ്പീക്കർക്ക് എന്ത് പ്രത്യേകത എന്ന് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ദുഷ്ടലാക്കാണ്. എന്താണ് അത്? നേരത്തെ ഈ യുവതീ പ്രവേശന സമയത്ത് CPM സ്വീകരിച്ചിട്ടുള്ള നിലപാടിന്റെ എക്സ്റ്റൻഷനാണ്. തന്ത്രിക്ക് പ്രത്യേകമായിട്ടൊരു അവകാശവും ശബരിമലയിലില്ല, ഭരിക്കുന്ന ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടാൽ മതി എന്നുള്ള അന്നത്തെ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള അന്നത്തെ സമീപനം ഞങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് എം പി രാജേഷ് നിയമസഭയിൽ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് തന്ത്രി അല്ല ശബരിമലയിൽ അവസാന വാക്ക്, അത് ഞങ്ങളാണ്. ഞങ്ങൾ പറയുന്നത് നടക്കും, ഞങ്ങൾ പറയുന്നത് നടത്തും. DYFIക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയി കയറ്റും, അരാജകവാദികളെ അങ്ങോട്ട് കൊണ്ടുപോയി കയറ്റും, മന്നീതി സംഘത്തിന് ഞങ്ങൾ കൊണ്ടുപോയി കയറ്റും, നിങ്ങൾ നോക്കിക്കൊണ്ട് നിന്നോ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ചിരിച്ചൊരു കൊലച്ചിരി ഉണ്ടല്ലോ ഒന്ന്. ഇനി പ്രതിഷേധമില്ല, ഇനി രാഹുലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അവിടെ, അവർ പറയട്ടെ. അന്ന് മുഖ്യമന്ത്രി ചിരിച്ച കൊലച്ചിരിയുടെ എക്സ്റ്റൻഷനാണെന്ന് എം പി രാജേഷിന്റെ നിയമസഭയിലെ തന്ത്രിക്ക് എന്ത് പ്രത്യേകത എന്ന് ചോദിക്കുന്നത്. തന്ത്രിക്ക് പ്രത്യേകതയുണ്ട് സർ.